അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 6ാം ക്ലാസ്സിലെ താരീഖിലെ 6ാമത്തെ പാഠം 6ാം ക്ലാസ്സിലെ താരീഖിലെ 6ാമത്തെ പാഠം റബ്ബൻസുർനി, അല്ലാഹുവേ രക്ഷിതാവേ എന്നെ സഹായിക്കണേ എന്നുള്ള പാഠം. ആ പാഠത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തദ്രീബാത്താണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം നൽകുക. 1. ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന മകൻ ജനിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വയസ്സ് എത്ര? 86 വയസ്സ്. 2. ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ച് എത്ര വർഷത്തിനു ശേഷമാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം ജനിച്ചത്? 14 വർഷത്തിനു ശേഷം. 3. ഇസ്മായിൽ അലൈഹിസ്സലാം അറബി പഠിച്ചത് ആരിൽ നിന്ന്? ജുർഹും ഗോത്രക്കാരിൽ നിന്ന്. 4. വഫാത്താകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വയസ്സ് എത്ര? 175. 5. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എവിടെയാണ് മറമാടിയത്? ഫലസ്തീനിലെ ഖലീലുർ റഹ്മാൻ അഥവാ ജബ്രോളിൽ ഭാര്യ സാറ ബീവിയുടെ അരികിൽ. ഇനി പൂരിപ്പിക്കാനാണ്, വിട്ടഭാഗം പൂരിപ്പിക്കാൻ 4 ചോദ്യമുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അൽ മുഫ്തഫിഖാത്തിലെ ഡാഷിൽ നബിയും റസൂലുമായി നിയോഗിച്ചു. സദൂം. 2. അല്ലാഹു തആലയുടെ ശിക്ഷ കൊണ്ടുവരാൻ സദൂം നിവാസികൾ ഡാഷ് അലൈഹിസ്സലാമിനോട് വെല്ലുവിളിച്ചു. ലൂത്ത് അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചു. 3. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ അല്ലാഹു തആല മകൻ ഡാഷ് അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചു. മകൻ ഇസ്മായിലിനെ അറുക്കാൻ. 4. റബ്ബനാ തഖബ്ബൽ മിന്നാ ഡാഷ് അൽ അലീം ഇന്നക അൻതസ് സമീഉൽ അലീം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഉത്തരം എഴുതാനാണ്. സദൂം നിവാസികളുടെ സ്വഭാവ ഗുണങ്ങൾ എന്തെല്ലാമായിരുന്നു? അല്ലാഹ്, അവർ വളരെ മോശക്കാരും ദുഷ്ടന്മാരുമായിരുന്നു. വഴിപോക്കരെ അതായത് വഴിയാത്രക്കാരെ ഉപദ്രവിക്കലും കൊള്ളയടിക്കലും അവരുടെ പതിവായിരുന്നു. 2. സദൂം നിവാസികളെ അല്ലാഹു തആല നശിപ്പിച്ചത് എങ്ങനെ? ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ ചിറകുകൾ കൊണ്ട് ആ നാടിനെ ആകാശത്തേക്ക് ഉയർത്തി തലകീഴായി മറിച്ചിട്ടു. അതിനു പുറമെ ചുട്ടുപഴുത്ത കല്ലുകൾ അവരുടെ മേൽ മഴയായി വർഷിപ്പിച്ചാണ് അല്ലാഹു തആല അവരെ നശിപ്പിച്ചത്. നാട് വിട്ടുപോയ അവിശ്വാസികളുടെ അവസ്ഥ എന്തായിരുന്നു? ചുട്ട ഇഷ്ടിക കല്ലുകൾ വർഷിപ്പിച്ച് അല്ലാഹു അവരെ നശിപ്പിച്ചു. പിന്നെ 4. അല്ലാഹു തആല കീമേൽ മറിച്ച സദൂം ഇപ്പോൾ എവിടെയാണ്? ജോർദാനിലെ ചാവുകടൽ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഉള്ളത്. തഖ്സീസ്. സംസം എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആമുഖങ്ങൾക്ക് ശേഷം ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന അത്ഭുതകരമായ ജലസ്രോതസ്സാണ് സംസം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയതമ ഹാജർ ബീവിയെയും പിഞ്ചുകുട്ടി ഇസ്മായിലിനെയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മക്കയിലെ വിജനമായ മരുഭൂമിയിൽ വിട്ടുപോയപ്പോൾ ഉണ്ടായ ചരിത്രമാണ് സംസമിൻ്റേത്. കുഞ്ഞിന് വെള്ളം തേടി ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ സഫാ മർവ കുന്നുകൾക്കിടയിൽ ഓടിയതും ആ പരിശ്രമത്തിൻ്റെ ഫലമായി ജിബ്രീൽ അലൈഹിസ്സലാം ചിറകട്ടുകൊണ്ട്
ചിറകുകൊണ്ട് മണ്ണിൽ തടവി തൊട്ടപ്പോൾ നിൽക്കണല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം ചിറകുകൊണ്ട് മണ്ണിൽ തൊട്ടപ്പോൾ അവിടെ സംസം ഉറവ പൊട്ടിയതും ചരിത്രത്തിൽ അത്ഭുതകരമായ ഏടുകളാണ്. എന്തിനു വേണ്ടിയാണോ സംസം കുടിക്കുന്നത് അത് ലഭിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. രോഗശമനത്തിനും ദാഹം തീർക്കാനും മാത്രമല്ല, വിശ്വാസിയുടെ അനേകം നിയ്യത്തുകൾ സാക്ഷാത്കരിക്കാനുള്ള ഉപാധി കൂടിയാണ് ഈ പുണ്യജലം. അത്ര മതി, ചുരുക്കാണ്. ഇനി പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ. നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ തീർച്ചയായും കുടിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് സംസം. അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹത്തെ കൃതജ്ഞയോടെ നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് സംസമൊരു പ്രസംഗം. ഇനി സഹനശീലനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, സഹനശീലനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന വിഷയത്തിൽ പ്രസംഗം. ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും വലിയൊരു മാതൃകയായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയും ഹാജർ ബീവിയുടെയും മകനായിരുന്നു അദ്ദേഹം. ചെറുപ്പം മുതൽ തന്നെ അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സഹനശീലമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തന്നെ ബലി നൽകാൻ പിതാവ് തീരുമാനിച്ചപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാം ഒട്ടും പരാതി പറഞ്ഞില്ല. പകരം, എൻ്റെ പിതാവേ, അള്ളാഹു കൽപ്പിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുക, ഞാൻ ക്ഷമയുള്ളവനായിരിക്കും എന്ന് അദ്ദേഹം മറുപടി നൽകി. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ച ആ ത്യാഗത്തെ അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ സ്നേഹവും സമർപ്പണവും ഓർമ്മിക്കാനാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരാതിപ്പെടാതെ ക്ഷമയോടെ നേരിടാനും സത്യസന്ധമായി ജീവിക്കാനും ഇസ്മായിൽ നബി അലൈഹിസ്സലാം യുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. നല്ല മക്കൾ എങ്ങനെയായിരിക്കണം എന്നതിന് അദ്ദേഹം എക്കാലത്തും മികച്ച മാതൃകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർ റഹീമീൻ ആയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇതിൻ്റെ മിസ്ൽ സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, അതുപോലെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാര്, ഉമ്മമാര്, വല്യുപ്പമാര്, വല്യമ്മമാര്, ഉസ്താദുമാര്, മശായിഖ്മാര്, അവരെ ഖബറിലേക്ക് ഇതിൻ്റെ മിസ്ൽ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ശിഷ്യന്മാർക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മ ശക്തി തരണേ അല്ലാഹ്. നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ആരോഗ്യവും ആഫിയത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ വീട് സന്തോഷമുള്ള വീടാക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്കുള്ള കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ലോക മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുസ്ലിമുകൾ, മുസ്ലിമാത്തുകളോട് നീ പൊറുക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.